പ്രധാനപ്പെട്ട രണ്ട് നിർദ്ദേശങ്ങളാണ് ഇന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനമാണ് കൊടിമര പുനർനിർമ്മാണത്തിൽ പ്രത്യേക കേസെടുത്ത് അന്വേഷണം നടത്തണം എന്നുള്ളത്. ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നു എന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗവും കോൺഗ്രസ് നേതാവുമായ അജയ് തറയിലിന്റെ പ്രതികരണം. ആശങ്കപ്പെടാനില്ല എന്നും എല്ലാറ്റിനും കൃത്യമായ കണക്കുണ്ട് എന്നും അജയ് തറയിൽ 24-നോട് പറഞ്ഞു. അല്ല, അന്വേഷണം നടക്കട്ടെ എന്നാണ് ഞാനും പറയുന്നത്. ഞാൻ സ്വാഗതം ചെയ്യുന്നു അന്വേഷണത്തെ. ഒന്നുമില്ല, ആശങ്കപ്പെടേണ്ട കാര്യം ഒന്നുമില്ല. അത് നമ്മളല്ലോ അത് എന്ന് ചെയ്ത് പരിപൂർണമായി കോടതി നിയോഗിച്ച ഒരു അഡ്വക്കേറ്റ് കമ്മീഷൻ ചെയ്തൊരു പ്രവൃത്തിയാണ്. അതിന് കോടതിയിൽ അദ്ദേഹം എല്ലാ 6 റിപ്പോർട്ടുകൾ കൊടുത്തു. ആ റിപ്പോർട്ടുകളെല്ലാം അദ്ദേഹത്തെ ശ്ലാഘിച്ചുകൊണ്ട് കോടതി അതിനകത്ത് അദ്ദേഹത്തെ കവർ ചെയ്ത് വേറെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്റെ ആവശ്യമുള്ളൂ. ആർ ശ്രീജിത്ത് വിശദാംശങ്ങളുമായുണ്ട്. ശ്രീജിത്ത്, നമുക്കറിയാം ഇതിനോടകം തന്നെ നിയമസഭയിൽ ഉൾപ്പെടെ UDF വലിയ ബഹളമുണ്ടാക്കിയ വിഷയമാണ്. ഇപ്പോൾ 2017 ഭരണസമിതിയിലേക്ക് കൂടി അന്വേഷണം നടത്താം, അത് പ്രത്യേക കേസെടുത്ത് അന്വേഷണം നടത്തണം എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള നിർദ്ദേശം. UDFനെ പ്രതിരോധത്തിലാക്കുന്നതാണ് ഈ ഉത്തരവ് എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ അപ്പോഴും അവർക്ക് പറയാം, മുൻപ് ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് അവർക്ക് ക്ലീൻ ചിറ്റ് കിട്ടിയിട്ടുള്ളതാണ് ഇതിൽ എന്ന് പറയാം. SITക്ക് മേൽ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ട് എന്നൊക്കെ പറയാം. പക്ഷേ ഇത് ഈ കേസിന് മേൽനോട്ടം വഹിക്കുന്ന ദേവസ്വം ബെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന നിർദ്ദേശമാണ്, ഉത്തരവാണ് എന്നുള്ളത് വളരെ പ്രധാനമാണ്. UDF പ്രതിരോധത്തിലാവുകയല്ലേ കൂടുതൽ? അനുജ, കഴിഞ്ഞ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ദേവസ്വം വിജിലൻസിൻ്റെ റിപ്പോർട്ട് പ്രകാരമാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഈ സ്വർണ്ണ കൊടിമര പുനർനിർമ്മാണ കാലത്തെക്കുറിച്ചുള്ള അന്വേഷണം നടത്താനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്, നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രത്യേക കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിൻ്റെ നിർദ്ദേശം. ഇത് സ്വാഭാവികമായും ശബരിമലയിലുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളുടെ ആരോപണങ്ങൾ UDFിലേക്ക് കൂടി കൊണ്ടുവരുന്ന ഒരു നടപടിയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ ദേവസ്വം വിജിലൻസിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഇത്തരമൊരു റിപ്പോർട്ട് വരാനുള്ള കാരണം എന്താണ് എന്നത് സംബന്ധിച്ച കാര്യങ്ങൾ രാഷ്ട്രീയ വിവാദമാകാൻ ഇടയുണ്ട്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിയമസഭയിലും പുറത്തുമൊക്കെ തന്നെ LDFും മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളും ഇടതുപക്ഷ നേതാക്കളും ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം പ്രയാർ ഗോപാലകൃഷ്ണൻ്റെ കാലത്ത് അല്ലെങ്കിൽ അജയ് തറയിലിൻ്റെ കാലത്ത് സ്വർണ്ണ കൊടിമര പ്രതിഷ്ഠയിലടക്കം ക്രമക്കേട് നടന്നുവെന്നാണ്. അപ്പോൾ അത്തരമൊരു രാഷ്ട്രീയ ആരോപണം നിലനിൽക്കുമ്പോഴാണ് ദേവസ്വം വിജിലൻസിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു റിപ്പോർട്ട് കോടതിയിൽ നൽകുന്നത്. കോടതി സ്വാഭാവികമായും ദേവസ്വം വിജിലൻസിൽ നിന്ന് ഇത്തരമൊരു ശുപാർശ ലഭിച്ചാൽ കോടതി അതിനെ അംഗീകരിക്കുകയും ചെയ്യും. അതായിരിക്കും UDF ഉയർത്താൻ പോകുന്ന പ്രതിരോധം. മാത്രമല്ല, നേരത്തെ ഡിവിഷൻ ബെഞ്ച് ഈ സ്വർണ്ണ കൊടിമര നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ അക്കാര്യത്തിൽ തൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവുകളുമുണ്ട്. ആ ഉത്തരവുകളടക്കം ആ പരാമർശങ്ങളടക്കം ഉള്ളതാണ് UDFന് മറ്റൊരു പ്രതിരോധമായി മാറുന്നത്. എങ്കിൽ പോലും ശബരിമല സ്വർണ്ണക്കൊളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായ ഒരു രാഷ്ട്രീയ സംവാദത്തിന് വഴിവെക്കുമ്പോൾ UDFനെ പ്രതിരോധത്തിലാക്കാൻ LDFന് എടുത്തുപയോഗിക്കാൻ കഴിയുന്ന ഒരു ആയുധമായി ഈ അന്വേഷണ നിർദ്ദേശം മാറുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ശബരിമല കൊടിമര പുനഃപ്രതിഷ്ഠയിലാണ് പ്രത്യേക കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു. ഒപ്പം തന്നെ സ്വർണ്ണപ്പാളികളിൽ കൂടുതൽ വിശദമായ ഒരു പരിശോധന നടത്തണം. അത് ഭാഭ ആറ്റോമിക് റിസർച്ച് സെന്ററിലാകും ശാസ്ത്രീയ പരിശോധന നടത്തേണ്ടത്. വ്യക്തത വരണം കൂടുതൽ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കുറ്റപത്രം സമർപ്പിക്കുന്നതിലും ഇനി ചെറിയ കാലതാമസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.